കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 5 ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി അല്ലേ? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ? നോക്കാം, ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പോണ്ട് ഉണ്ട്, സൺ, ട്രീസ്, ഡ്രാഗൺ ഫ്ലൈ, ഫ്രോഗ്, ക്രാബ്, സ്നെയിൽ, ക്രെയിൻ, ഒത്തിരി ഉണ്ടല്ലേ, പ്ലാന്റ്സ്, പെബിൾസ്, ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. തവള, കൊക്ക്, ഒച്ച്, ഞണ്ട്, സൂര്യൻ, മരങ്ങൾ, തുമ്പി, കല്ലുകൾ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ തോന്നുന്നു? എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അതിൽ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ജീവനുള്ളവയും ഉണ്ട്, ജീവനില്ലാത്തവയും ഉണ്ട് അല്ലേ? അപ്പോൾ ഹാബിറ്റേറ്റ് നമുക്ക് എഴുതാൻ പറ്റും. അതിൽ ക്രീച്ചേഴ്സ് എഴുതാൻ പറ്റും. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? സോയിൽ വരും, സൺ വരും, അതുപോലെ എന്താണ് നമ്മുടെ ക്രീച്ചേഴ്സിൽ ഫിഷ് വരും, വാട്ടർ വരും, ക്രാബ് വരും. നമുക്കിവിടെ സിയും ഡിയും എന്താണ്? ഹാബിറ്റേറ്റ് എഴുതാം. ക്രീച്ചേഴ്സിൽ നമുക്ക് ജീവനുള്ള ഫിഷ്, ക്രാബ്, അതൊക്കെ എഴുതാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസംസ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിലുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡ് തയ്യാറാക്കുക. ഫുഡ് കാർഡ് തയ്യാറാക്കാനൊക്കെ ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നു. എന്താണ്? ക്രീച്ചർ എഴുതുക, അതിൻ്റെ ഫുഡ് എഴുതുക. ഞാനിവിടെ ക്രെയിനാണ്, ടീച്ചറിവിടെ ക്രെയിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫുഡ് ഏതൊക്കെയാണ്? ഫ്രോഗ്, ഫിഷ്, ക്രാബ്, ഇതൊക്കെ ക്രെയിനിൻ്റെ ഫുഡാണ്. ഓക്കെ, ക്രീച്ചറും ഫുഡും അത് കഴിക്കുന്ന ഫുഡും എഴുതിയാൽ മതി. അതാണ് ഫുഡ് കാർഡ്. ഓക്കെ. ആക്ടിവിറ്റി 2, മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദ stagnant water in discarded bottle, coconut shells and plastic covers. മൊസ്കിറ്റോ എന്തിലൊക്കെയാണ് പെരുകുന്നതെന്നാണ് പറയുന്നത്? ബോട്ടിൽസിലും, വലിച്ചെറിയുന്ന ബോട്ടിൽസിലും, കോക്കനട്ട് ഷെൽസിലും, പ്ലാസ്റ്റിക് കവേഴ്സിലൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിറ്റുവേഷൻ ഇൻ വിച്ച് മൊസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൺ അബവ്. റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ ഇൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. ഇതുപോലെ 2 വെക്ടേഴ്സ്, 2 കാര്യങ്ങൾ ഇതുപോലെ രോഗങ്ങൾ പകരുന്നത് എന്തൊക്കെയുണ്ട്? മൊസ്കിറ്റോയിൽ രോഗങ്ങൾ പകരാം, ബേർഡ്സിൽ നിന്ന് പകരാം, എലികളിൽ നിന്ന് പകരാം, ഈച്ചകളിൽ നിന്ന് പകരാം, റാറ്റ്, ഹൗസ് ഫ്ലൈ, ഇതൊക്കെ ബേർഡ്സ്, ഇതൊക്കെ എന്താണ്? ഹ്യൂമൻ, ഇതൊക്കെ വെക്ടേഴ്സാണ്. റൈറ്റ് 2 പ്രിക്വേഷൻ ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്. മൊസ്കിറ്റോ ബൈറ്റ് നമുക്ക് തടയാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യാം? നെറ്റ് ഉപയോഗിക്കാം, കോക്കനട്ട് ഷെൽ, പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം. ഇതൊക്കെ അതിൻ്റെ ആൻസേഴ്സാണ്. സി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഗിവൺ ബിലോ. എങ്ങനെയാണ് രോഗം പകരുന്നതെന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ചൂസ് ദ റൈറ്റ് വൺ. ശരിയായിട്ടുള്ളത് ടിക്ക് ചെയ്യുക. ഇതിൽ ഏതായിരുന്നു ശരിയായിട്ടുണ്ടായിരുന്നത്? വോം ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ്. വോം എങ്ങനെയാണ്? സോയിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്. ട്യൂബർക്യുലോസിസ് എയറിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. ഒന്ന് ശരിയാണ്, ട്യൂബർക്യുലോസിസ് എയറിലൂടെയാണ് ഉണ്ടാകുന്നത്. ലെപ്രസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരിലൂടെയാണ് ലെപ്രസി പകരുന്നത്. ഡെങ്കി ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. നോ. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ? 1ഉം 3ഉം. 1ഉം 3ഉം എവിടെയാണ്? 2. അപ്പോൾ 1 and 3 are correct. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. ഫുഡ് വെബ് നൽകിയിട്ടുണ്ട്. റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ അബവ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ഫുഡ് ചെയിൻ ഉണ്ടാക്കണം. ടീച്ചറോട് 1 നൽകിയിട്ടുണ്ട്. ഗ്രാസ്, വോം, ഡ്രാഗൺ ഫ്ലൈ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം?
ഫുഡ് വെബ് നിങ്ങൾക്ക് റെഡിയാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓൺ ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ? ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലിങ്ക് എന്തായിരിക്കും എപ്പോഴും? പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രാസ് ആയിരിക്കും. ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ഏതാണ്? ഗ്രാസ് ആയിരുന്നു. ഓക്കെ, പ്ലാന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പ്ലാന്റ് എന്ന് എഴുതുക, ഗ്രാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഗ്രാസ് എന്ന് എഴുതുക. വാട്ട് ആർ ദ പ്രോബ്ലം കോസ്ഡ് ടു ദ എൻവയോൺമെൻറ്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൻ ഹിയർ? സ്നേക്ക് ഇതിൽ നിന്ന് മാറ്റിയാൽ എന്തൊക്കെ സംഭവിക്കും? എന്തുണ്ടാവും? ഫ്രോഗ് പെരുകും, റാറ്റും പെരുകും അല്ലേ? നമ്പർ ഓഫ് ഫ്രോഗ്സ് ആൻഡ് റാറ്റ്സ് വിൽ ബി ഇൻക്രീസ്. ഇതിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. ആക്ടിവിറ്റി 4, ഒബ്സർവ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ. ഇവിടെ ശ്രദ്ധിച്ചായിരുന്നോ എങ്ങനെയാണ് ഇല കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെയിം 2 other plants in which leaves are arranged in the same manner. ഈ രീതിയിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ചെടികളുടെ പേര് എഴുതുക. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ടീച്ചറോട് 2 പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. തുളസി, ഗുവ ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. വാട്ട് അഡ്വാൻറ്റേജസ് ഡു ദ പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് ആൻ അറേഞ്ച്മെൻറ്റ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതും സൂര്യപ്രകാശം കിട്ടുന്നതും അതൊക്കെ നിങ്ങൾ എഴുതിയില്ലേ? യെസ്. സി ക്വസ്റ്റ്യൻ, ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ് ദ കമ്പോണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഐഡൻറ്റിഫൈ ABCD. ഫോട്ടോസിന്തസിസ് സമയത്ത് ഉള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൺലൈറ്റ് എന്ത് ചെയ്യാണ്? കിട്ടുന്നതാണ്. സോളാർ എനർജി എന്നോ സൺലൈറ്റ് എന്നോ എഴുതാം. സൺലൈറ്റ് കിട്ടുമ്പോൾ എന്താണത് സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും. കണ്ട ഇവിടെ ഒരു ആരോ ഉണ്ടോ? സ്വീകരിക്കുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് പുറത്തേക്ക് വിടുന്നത്? ഓക്സിജൻ. സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ. എന്താണത് മണ്ണിൽ നിന്നും സ്വീകരിക്കുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ. 5ാമത്തെ ആക്ടിവിറ്റി, 2 children had mingled fully with a child who is affected with contagious fever. പകർച്ച പനി ഉണ്ടല്ലോ, അതുമായിട്ട് അഫക്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് 2 കുട്ടികൾ മിങ്കിൾ ചെയ്തു. ഓൺലി 1 child got affected with the fever. പക്ഷേ അതിൽ ഒരു കുട്ടിക്ക് മാത്രമേ പനി അഫക്റ്റ് ചെയ്തുള്ളൂ. ബട്ട് ദ അതർ ചൈൽഡ് വാസ് നോട്ട് അഫക്റ്റഡ്. ഒരു കുട്ടിക്ക് അത് അഫക്റ്റ് ചെയ്തില്ല. വൈ? എന്തുകൊണ്ട്? അത് നിങ്ങൾ എഴുതണമായിരുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. BCG ഏത് ഡിസീസിനാണ്? ട്യൂബർക്കുലോസിസ്. പോളിയോ വാക്സിൻ ഏത് ഡിസീസിനാണ്? പോളിയോയ്ക്ക്. MR വാക്സിൻ മീസൽസ് ആൻഡ് റുബല്ല. വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 10? 10ാമത്തെ വയസ്സിലെടുക്കുന്ന വാക്സിൻ ഏതാണ്? ടെറ്റനസ് ഡിഫ്തീരിയ. ഓക്കെ, എല്ലാവരും ആൻസർ എഴുതിയില്ലേ? ആക്ടിവിറ്റി 6, ഒബ്സർവ് ദ പിക്ചർ. ഏതാണ് പിക്ചർ? വാൻഡ. ഏത് കോമൺ നെയിം എന്താണ്? എപ്പിഫൈറ്റ്സ്. കോമൺ നെയിം എപ്പിഫൈറ്റ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിങ്ങിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. മാംഗോ ട്രീയിൽ വളർന്ന ആ ചെടി ഏതാണ്? റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ്. ഇങ്ങനത്തെ പ്ലാന്റ്സിന് പറയുന്ന കോമൺ നെയിം. ഈ ചെടിയുടെ പേര് വാൻഡ, അതിൻ്റെ കോമൺ നെയിം എപ്പിഫൈറ്റ്സ്. ബി ക്വസ്റ്റ്യൻ, ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ. വേരിയൻ്റ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ റൈറ്റ് വൺസ്. ശരിയായിട്ടുള്ളത് ഏതാണ്? ഇതിൽ ഏതാണ് ശരി? 2ാമത്തെയാണ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ് ഓൺ ദ ട്രീ ആൻഡ് തിക്ക് റൂട്ട്സ് ഹെൽപ്പ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഇതായിരുന്നു ശരിയായിട്ടുള്ളത്. ബാക്കി 3 തെറ്റായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോൺസ് ഓൺ ഇറ്റ്? ലൊറാന്തസ് മാംഗോ ട്രീയിൽ വളർന്നാൽ എന്ത് സംഭവിക്കും? അത് എഴുതാനുള്ളതായിരുന്നു സി ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 7, കീപ് എവേ ഡിസീസസ്. ഇതിൽ കുറച്ച് എന്ത് നൽകിയിട്ടുണ്ട്? രോഗങ്ങൾ നൽകിയിട്ടുണ്ട്. ആ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതുക. എ പോർഷൻ ഓഫ് എ പോസ്റ്റർ pasted at the primary health center is given above. Examine the poster and complete the table suitably. ഇതിവിടെ ഹെൽത്ത് സെൻറ്ററിൽ കൊടുത്തിരുന്നതാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? പകരുന്നവ, പകരാത്തവ. കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ. പകരുന്നവ, പകർച്ചവ്യാധികളല്ലാത്തവ. ജോണ്ടിസ് ഉണ്ട്. വേറെ ഏതൊക്കെ വരാം? ചിക്കൻ ഗുനിയ പകരുന്നതാണ്. കോളറ പകരുന്നതാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഏതൊക്കെയുണ്ട്? ഹെഡേക്ക് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്യാൻസറാണ് കേട്ടോ, ക്യാൻസറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ആൻസേഴ്സ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 ways ബൈ വിച്ച് കണ്ടേജിയസ് ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ്. കണ്ടേജിയസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 വഴികൾ എഴുതാൻ വേണ്ടി. ത്രൂ സോയിൽ, സോയിലിൽ കൂടെ പകരാം. ത്രൂ ഇൻസെക്ട്സ്, ഇൻസെക്ട്സിലൂടെ പകരാം.
റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 കണ്ടേജിയസ് ഡിസീസ് അഫക്റ്റിംഗ് പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന 2 രോഗങ്ങൾ എഴുതാനായിട്ട്. ഈ ബിയും സിയും നിങ്ങളുടെ ഇത് തന്നെ ആൻസർ ഒന്നുമില്ല, നിങ്ങളുടെ ആശയത്തിൽ എഴുതിയിട്ടുണ്ടാവും, അത് കറക്റ്റാണ് കേട്ടോ. ഇവിടെ ത്രൂ സോയിൽ ഇല്ലെങ്കിൽ ത്രൂ ഹ്യൂമൻസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. മൊസൈക്ക് ഓഫ് ടപ്പിയോക്ക, മരച്ചീനിയിലുണ്ടാകുന്ന മൊസൈക്ക് രോഗം. ബ്ലൈറ്റ് ഡിസീസസ്, ഇതൊക്കെ എന്താണ്, ചെടിക്ക് വരുന്ന രോഗങ്ങളാണ്. ഇനിയും ഒത്തിരി രോഗങ്ങളുണ്ട്. നിങ്ങൾ ഏത് എഴുതിയാലും 2 എഴുതിയാൽ മതി. ടീച്ചർ ഇവിടെ 2 പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 5ാം ക്ലാസ്സിലുണ്ടായിരുന്ന ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ. ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.